വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് നമുക്കൊരു 5 വേർഡ്സ് നമ്മൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങളത് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ മിൽന. മിൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വേർഡാണ് മിൽന. കിട്ടുക, കിട്ടുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ നോക്കി നമ്മൾ അതിനൊരു 3 ടെൻസിലായിട്ട് സംസാരിച്ചിരുന്നില്ലേ? എനിക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്താ പറയാ? നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്ക്. മുജെ മില അല്ലെങ്കിൽ മുജെ മിൽ ഗയ. ഓക്കെ, 2 രീതിയിലും പറയാം. ഇനി എനിക്ക് കിട്ടിയിരുന്നു അങ്ങനെയാണെങ്കിലോ മുജെ മിലാ ഥാ, മുജെ മിൽ ഗയാ ഥാ. ഓക്കെ, ഇനി എനിക്ക് കിട്ടും അങ്ങനെയാണെങ്കിലോ മുജെ മിലേഗ. സ്ത്രീലിംഗമാണെങ്കിൽ മുജെ മിലേഗി അല്ലെങ്കിൽ മിലേഗെ. ഇതെല്ലാം ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, ഞാൻ ഇത്തിരി ഫാസ്റ്റിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കും ബോറടിക്കണ്ട, അതുപോലെ തന്നെ ക്ലാസ് ലെങ്തി ആവണ്ട. കാരണം ഇതെല്ലാം ഞാൻ മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പിൽ 1, 2, 3 ക്ലാസ്സിൻ്റെ മുൻപിൽ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ഇത്തിരി സ്ലോയിലാണ് പറഞ്ഞു തരുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾക്കിത് ആൻസർ ചെയ്യാനായിട്ട് സ്വയം പറ്റും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് കർണ. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക. അപ്പൊ ഞാൻ ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാ? മേ കർ രഹേ ഹേ അല്ലെങ്കിൽ കർ രഹി ഹൂ. ഓക്കെ, അതുപോലെ തന്നെ ചെയ്തു. അപ്പൊ ചെയ്തു എന്ന് പറയുമ്പോൾ മേനെ കിയ എന്ന് പറയാം അല്ലെങ്കിൽ കർദിയ എന്ന് പറയാം. മേനെ കിയാ ഥാ, കർദിയ ഥാ. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോഴോ മേ കരുക അല്ലെങ്കിൽ കരുങ്കി, സ്ത്രീലിംഗോ പുല്ലിംഗോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കർണ എന്നുള്ള വാക്ക്. ഇനി നമുക്ക് അടുത്ത വേർഡ് പഠിക്കാം. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ്ന എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? വഴക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മക്കളെയൊക്കെ വഴക്ക് പറയില്ലേ? നമ്മൾ പറയണ എങ്ങനെ? ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. എങ്ങനെയാ പറയാ? മേ ഉസേ ഡാറ്റ. ഓക്കെ, മേനെ ഉസേ ഡാറ്റ. അതുപോലെ തന്നെ നമ്മൾ വഴക്ക് പറഞ്ഞിരുന്നു. ഞാൻ അവനെ വഴക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാ പറയാ? മേ ഉസേ ഡാറ്റ ഥാ, ഡാറ്റി തീ. ഇനിയിപ്പോൾ നമ്മൾ പറയാണ്, കുട്ടികളൊക്കെ വല്ല കംപ്ലൈൻറ്റ് വന്ന് പറയുമ്പോൾ പറയും ഞാൻ വഴക്ക് പറയാട്ടോ, അവന് വഴക്ക് പറയാട്ടോ എന്ന് പറയില്ലേ? അതിനെങ്ങനെയാ പറയാ? മേ ഉസ്കോ ഡാറ്റൂങ്ക അല്ലെങ്കിൽ മേ ഉസ്കോ ഡാറ്റൂങ്കി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വേർഡ് എന്താണ്? ബോൽന. ബോൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ സംസാരിക്കില്ലേ? പറയുക. ബാത് കർന എന്നാണ് സംസാരിക്കുക, പറയുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവനോട് പറയൂ എന്ന് പറയാണ്, അല്ലെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾ ദിയ. മേ ഉൻകോ ബോൾ ദിയ. ഇനി പറഞ്ഞിരുന്നു എന്നാണെങ്കിൽ ബോൾ ദിയ ഥാ. മനസ്സിലായോ? അതുപോലെ തന്നെ പറയും എന്നാണെങ്കിലോ ബോലുങ്ക, ബോലുങ്കി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ വാക്കുകൾക്കും കൊടുക്കുന്ന മാറ്റങ്ങളാണ് നമ്മുടെ സിറ്റുവേഷൻസിൽ വരുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഖരീദന. ഖരീദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുക എന്നാണ് അർത്ഥം വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ കടയിൽ പോയി വാങ്ങത്തില്ലയോ, അതിനെയാണ് നമ്മൾ ഖരീദന എന്ന് പറയാം. അപ്പം ഞാൻ വാങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? മേ ഖരീദ, മേ ഖരീദ് ലിയ എന്നും പറയാം. നോർമലി മേ ഖരീദ, ഓ സാമാൻ ഓപ്പൻ മേ ഖരീദ് ലിയ. ഓക്കെ, ഇനി നമ്മൾ വാങ്ങിയിരുന്നു എന്ന് പറയുമ്പോഴോ ഖരീദാത്ത. ഓക്കെ, ഖരീദ് ലിയാത്ത. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വാങ്ങും, ഞാനത് വാങ്ങും എന്നാണെങ്കിലോ നാളെ ഞാനത് വാങ്ങും. കൽമേ വോ ഖരീദൂങ്ക, ഖരീദൂങ്കി. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ പ്രൊനൗൺസിയേഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന ക, ഖ, ഗ, ഘ, ങ. ഓക്കെ, ആ പ്രൊനൗൺസിയേഷൻ എല്ലാം ഞാൻ വേറെയല്ല, ഇതിന് മുമ്പ് ഫസ്റ്റ് തുടങ്ങിയുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അക്ഷരങ്ങൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബേസായ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷരങ്ങളും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകെ 5 വേർഡ്സിനെ, നമ്മൾ പഴയ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. 5 വേർഡ്സ് പുതുതായിട്ട് പഠിച്ചതാണ്. അതെങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത്. ഇനി അടുത്ത ക്ലാസ് അത് വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനെ നമ്മളിപ്പോൾ സംസാരിക്കാൻ പഠിച്ചു. ഇനി എങ്ങനെയാണ് ചോദിക്കാൻ പഠിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.